ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇലക്ട്രിസിറ്റി റീഡിംഗ് മീറ്റർ ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ വീട്ടിലെ റീഡിംഗ് മീറ്ററിൽ നിന്ന് കറണ്ട് എത്രത്തോളം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ റീഡിംഗ് എടുക്കുന്നത് ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് വരുന്ന ഓഫീസറാണ്. ആ മീറ്റർ നോക്കിയിട്ട് നമ്മളെ വീട്ടിലുണ്ടാകുന്ന ചാർജ് എത്രയാണെന്നുള്ളത് നമുക്ക് തന്നെ കണ്ടെത്താം. അപ്പൊ റീഡിംഗ് മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതുവരെ എത്രത്തോളം കറണ്ട് ഉപയോഗിച്ചു എന്നുള്ളതും നമ്മുടെ വീട്ടിലെ പല ഉപകരണങ്ങളും പല രീതിയിലുള്ള കറണ്ടാണ് എടുക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമ്മുടെ മീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് ഉള്ള സമയത്ത് ഒരുപാട് നമ്പറുകൾ മിന്നി മറയുന്നതായിട്ട്, അതുപോലെ തന്നെ വോൾട്ടേജ്, ടൈം, ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കറണ്ട് റീഡിങ്, ഇതുവരെ നമ്മൾ ഉപയോഗിച്ച കറണ്ട്. നമ്മുടെ ഈ റീഡിംഗ് മീറ്ററിൽ ഒരുപാട് അളവുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള കുറച്ച് അളവുകൾ മാത്രം. വീടിനകത്തുള്ള എല്ലാ ഉപകരണങ്ങളും ഇന്ത്യക്കറന്റ് ലൈറ്റ് പോലും ഞാൻ ഓഫ് ചെയ്തു. ഫ്രിഡ്ജാണ്. അപ്പൊ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന കറണ്ടാണ് ഇപ്പൊ ഇതിൽ കാണിച്ച മീറ്ററിൽ നിന്ന്, റീഡിംഗ് മീറ്ററിൽ കാണുന്ന ഈ റീഡിംഗിൽ നിന്ന് കഴിഞ്ഞ മാസം ബില്ല് നമുക്ക് വന്നിട്ടുണ്ടാവില്ല. നമ്മുടെ മീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് ഉള്ള സമയത്ത് ഒരുപാട് നമ്പറുകൾ മിന്നി മറയുന്നതായിട്ട് കാണാൻ പറ്റും. ഡേറ്റ്, അതുപോലെ തന്നെ വോൾട്ടേജ്, ടൈം, ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കറണ്ട് റീഡിങ്, ഇതുവരെ നമ്മൾ ഉപയോഗിച്ച കറണ്ട് റീഡിങ്, ഈ കാര്യങ്ങളൊക്കെയാണ് അതിൽ കാണുന്നത്. നമ്മുടെ ഈ റീഡിംഗ് മീറ്ററിൽ ഒരുപാട് അളവുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള കുറച്ച് അളവുകൾ മാത്രം, കണക്കുകൾ, കാര്യങ്ങളും വോൾട്ടേജിന്റെ അളവുകളൊക്കെ നമുക്കൊന്ന് ഇതിൽ നോക്കിയെടുക്കാം. ആദ്യം തന്നെ സ്ക്രീനിൽ കാണിക്കുന്നത് സമയമാണ്. സെക്കൻഡുകൾ അടക്കമുള്ള സമയം കാണിക്കുന്നുണ്ട് ഇതിൽ. കൃത്യമായ സമയം നമുക്ക് അറിയണമെങ്കിൽ നമ്മുടെ മീറ്ററിൽ നോക്കിയാൽ മതി കേട്ടോ. കറക്റ്റ് സമയമാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഈ സമയം മാറി വോൾട്ടേജിന്റെ അളവ് കാണിക്കാൻ തുടങ്ങും കേട്ടോ. മീറ്ററിലെ ഈ ബ്ലാക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ പെട്ടെന്ന് മിന്നി മറയുന്ന അക്കങ്ങൾ നമുക്കൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഈ ബട്ടൺ ഇങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ ടൈം, ഇതിങ്ങനെ മിന്നി മറയുന്ന ഓരോ അക്കങ്ങളും നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാൻ പറ്റും. വോൾട്ടേജ്, ടൈം, പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ എടുക്കുന്ന റീഡിങ് എല്ലാം ഓരോന്നോരോന്നായിട്ട് തന്നെ നമുക്ക് എഴുതിയെടുക്കാനോ മനസ്സിലാക്കാനൊക്കെ പറ്റും കേട്ടോ. നമുക്ക് ഈ സമയത്ത് നമ്മുടെ വീട്ടിൽ എത്രത്തോളം കറണ്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് അറിയാൻ KW എന്ന് എഴുതിയിട്ടുള്ള ഡിജിറ്റൽ നമ്പർ നോക്കിയാൽ മതി. നമ്മുടെ ഈ ബ്ലാക്ക് ബട്ടണിൽ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് KW എന്ന് എഴുതിയത് കാണുന്ന ആ സമയത്ത് സ്റ്റോപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ വീട്ടിലെ ഉപയോഗം, കറണ്ടിന്റെ ഉപയോഗം. 1000 എന്ന് എഴുതി കാണിച്ചാൽ മണിക്കൂറിൽ 1 യൂണിറ്റ് വൈദ്യുതി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. 1000 വാട്ട്സിനെയാണ് 1 കിലോ വാട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ട്, ഇൻവെർട്ടർ ഉണ്ട്, TV ഉണ്ട്, ഒരു ഫാനും കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പോ ഒരു ഉപകരണങ്ങളും നമ്മുടെ വീട്ടിൽ വർക്ക് ചെയ്തിട്ടില്ല എങ്കിലും, പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്ന രീതിയിൽ ഒരു ഉപകരണങ്ങൾ വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ മീറ്ററിൽ റീഡിങ് നടന്നുകൊണ്ടേയിരിക്കും. ചെറിയ ഇൻഡിക്കേറ്റർ ലൈറ്റുകളിലൂടെയോ അല്ലെങ്കിൽ ചാർജർ പ്ലഗിലൂടെയോ അല്ലെങ്കിൽ വയറിലൂടെ ഷോർട്ട് വരുന്നതോ. ഇപ്പൊ വീടിനകത്തുള്ള എല്ലാ ഉപകരണങ്ങളും ഇൻഡിക്കേറ്റർ ലൈറ്റ് പോലും ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്, സ്വിച്ച് പോലും ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇതിൽ 21 KW വാട്ട്സ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് വയറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ ആണ്. ഇപ്പൊ ഞാനിവിടെ ഓൺ ആക്കിയിട്ടുള്ളത് ഫ്രിഡ്ജാണ്. അപ്പൊ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന കറണ്ടാണ് ഇപ്പൊ ഇതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ ഫ്രിഡ്ജ് ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ വീണ്ടും നമ്മൾ എത്രയാണ് കറണ്ട് ഉപയോഗിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഫ്രിഡ്ജ് ഓഫ് ആയ സമയത്ത് വീണ്ടും 22ലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ഓൺ ചെയ്യുന്നത് BLDC ഫാൻ ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടുള്ള അവസ്ഥയാണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പൊ ഇനി സ്വിച്ച് ഓൺ ചെയ്തിട്ടുള്ളത് എങ്ങനെയാന്നുള്ളത് നോക്കാം. ഫാനിന്റെ സ്വിച്ച് മാത്രമാണ് നമ്മൾ ഓൺ ചെയ്യുന്നത്. അപ്പൊ മീറ്ററിൽ ഇപ്പൊ BLDC ഫാന് ഓൺ ചെയ്തിട്ടുള്ളതാണ് 34 KW ബാർ കാണിക്കുന്നത്. അപ്പൊ ഇനി അത് ഓഫ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ പഴയതുപോലെ ആവുന്നുണ്ടോന്ന് നോക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന BLDC ഫാനിന്റെ സ്പീഡ് കുറക്കുന്നതിനനുസരിച്ച് അതിൽ എടുക്കുന്ന കറണ്ടിന്റെ അളവും അതുപോലെ തന്നെ വാട്ട്സും കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഫാനിന്റെ സ്വിച്ച് 2ലേക്ക് മാറ്റിയപ്പോ നേരത്തെ നമ്മൾ ഇട്ടിട്ടുള്ള പവറിനെക്കാളും കുറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ദിവസം തന്നെ 24 മണിക്കൂർ വെച്ച് നോക്കുമ്പോൾ ഈ 10 വാട്ട്സ് എന്നുള്ളത് 240 വാട്ട്സ് ആവും. അതായത് 2 മാസത്തേക്ക് നമുക്ക് 14 യൂണിറ്റ് ആകും. നമ്മൾ നിസ്സാരമായി കാണുന്ന പല കാര്യങ്ങളും ബില്ല് വരുമ്പോൾ കറണ്ട് ബില്ല് കൂട്ടാൻ ഇടാക്കും കേട്ടോ. ഇപ്പൊ നമ്മുടെ BLDC ഫാന് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പഴയ മീറ്റർ റീഡിംഗിലേക്ക് തന്നെ വന്നിട്ടുണ്ട് 21, 22. ഇനി നമ്മുടെ ഇത് തന്നെ വർക്ക് ചെയ്യിക്കാൻ പോകുന്നത് നമ്മുടെ വെള്ളം അടിക്കുന്ന മോട്ടറാണ് കേട്ടോ. അപ്പൊ അതിന് എത്രയാണ് വരുന്നത് എന്നൊന്ന് നോക്കാം. ഉണ്ടോ? ഇപ്പൊ മോട്ടോർ ഉപയോഗിക്കുന്ന കറണ്ടാണ് പോയി കാണിക്കുന്നത്. എത്രത്തോളം കൂടുതലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം.
ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് നമ്മുടെ മോട്ടോർ ഓണാക്കിന്റെ റീഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ 1400 ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ 1.4 യൂണിറ്റ് ആണ്, ഒരു മണിക്കൂറിൽ എടുക്കുന്നതാണ്. മോട്ടോർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് വോൾട്ടാസിന്റെ 110 AC ആണ്. അപ്പൊ അതിന് എത്രയാണ് റീഡിംഗ് എടുക്കുന്നത് നോക്കാം. AC മാത്രം വർക്ക് ചെയ്തിട്ടുള്ള റീഡിംഗ് ആണ് ടൈപ്പ് കാണിക്കുന്നത്. മറ്റുള്ള എല്ലാ പ്ലഗുകളും നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൺ ആക്കാൻ പോകുന്നത് സാധാരണയുള്ള സീലിംഗ് ഫാൻ ആണ്, VLDC ഫാൻ അല്ല കേട്ടോ. നമ്മുടെ VLDC ഫാനിനെക്കാട്ടിലും എത്രയോ കൂടുതലാണ് നമ്മുടെ സാധാരണ ഫാനിന് വരുന്ന കറണ്ട് ചാർജ് വരുന്നത്. ഇനി ഈ ഡേറ്റ് വരെയുള്ള മീറ്റർ റീഡിങ് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഇപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ മീറ്റർ റീഡിങ്. ഈ റീഡിംഗ് മീറ്ററിൽ കാണുന്ന ഈ റീഡിങ്ങിൽ നിന്ന് കഴിഞ്ഞ മാസം ബില്ല് നമുക്ക് വന്നിട്ടുണ്ടാവില്ലേ, ആ ബില്ലിലുള്ള റീഡിങ് എത്രയാന്നുള്ളത് നമ്മളൊന്ന് കുറച്ചാൽ മതി. അപ്പൊ നമ്മൾ ഇതുവരെ ഉപയോഗിച്ച ചാർജിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. ഇതുവരെയുള്ള റീഡിംഗ് ഇപ്പൊ നമ്മൾ നോക്കിയല്ലോ, ഇതുപോലെ തന്നെ അടുത്ത ദിവസം ഈ സമയത്ത് തന്നെ വന്നിട്ട് റീഡിംഗ് ഒന്നും കൂടെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു മാസത്തെ റീഡിംഗ് നമുക്ക് കണക്കാക്കാൻ കഴിയും. അതിന് ഓരോ ദിവസവും നമുക്ക് എത്രത്തോളം റീഡിംഗ് വരുന്നുണ്ട്. നമ്മൾ സ്ഥിരമായിട്ടാണ് നമ്മുടെ വീട്ടിൽ ഓരോ സാധനങ്ങൾ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് പുതിയ പുതിയ വർക്കുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ടുള്ള കറണ്ട് ചാർജ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ നോർമൽ രീതിയിൽ നമ്മൾ എടുക്കുന്ന ഓരോ ചാർജുകളും നമ്മൾ നോട്ട് ചെയ്തിട്ട് ഒരു ദിവസത്തെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം 2 മാസം കൂടുമ്പോൾ വരുന്ന ബില്ലിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. ഇപ്പൊ കാണിക്കുന്നത് ടൈമാണ്, ഇത് ഡേറ്റ് ആണ് കേട്ടോ. ഇത് വോൾട്ട് ആണ്. നമ്മുടെ വീട്ടിലേക്ക് എത്രത്തോളം വോൾട്ടിലാണ് കറണ്ട് വരുന്നത് എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. 225 മുതൽ 235 വരെയുള്ള ഹൈ വോൾട്ടേജ് ആണ് കേട്ടോ, നല്ല വോൾട്ടേജ് ആണ് കാണിക്കുന്നത്. അപ്പോൾ 220 താഴെയാണെങ്കിൽ മിക്സി, AC, അതുപോലെ തന്നെ വെള്ളം അടിക്കുന്ന മോട്ടർ ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുക കേട്ടോ, വോൾട്ടേജ് കുറഞ്ഞ സമയമാണെങ്കിൽ. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. വലിയ കാര്യമൊന്നുമല്ല കേട്ടോ. നമ്മുടെ റീഡിംഗ് മീറ്റർ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ റീഡിങ്ങും കറണ്ട് ഫാൻ ആയാലും മോട്ടർ ആയാലും വെള്ളം അടിക്കുന്ന മോട്ടർ ആയാലും അയൺ ബോക്സ് ആയാലും ഇങ്ങനെയുള്ള എല്ലാ ഉപകരണങ്ങളിൽ എത്ര റീഡിംഗ് ആണ് എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന കറണ്ട് ബില്ല് ഒന്ന് ചെക്ക് ചെയ്യാനും, കറണ്ട് ബില്ല് തരുന്നതിന് മുമ്പേ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ എത്രത്തോളം ഉപയോഗിച്ചു എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ പഴയതായിട്ടുള്ള ഒരുപാട് പഴക്കം ചെന്ന ഫാനൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ DC ഫാനിലൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് ബില്ലിന് ഒരുപാട് മാറ്റം വരും. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത് തന്നെ ഇതുപോലുള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ്.